ഈ ദുരന്തം നടന്ന് 12ാം ദിവസം തന്നെ ദുരന്ത മേഖല സന്ദർശിക്കുവാൻ പ്രധാനമന്ത്രി തയ്യാറായി എന്നത് തന്നെ വലിയ കാര്യമാണ്. സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും നാൾ വൈകിപ്പിച്ചത്. പക്ഷേ ഈ 12ാമത്തെ ദിവസം തന്നെ പ്രധാനമന്ത്രിക്ക് ദുരന്ത മേഖലയിൽ എത്താൻ കഴിഞ്ഞു. സമയം ചെലവഴിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ആകാശ നിരീക്ഷണം നടത്തുവാൻ സാധിച്ചു. കാലാവസ്ഥ അനുകൂലമായിരുന്നു. ഇന്ന് ഹെലികോപ്റ്റർ നിരീക്ഷണം നടത്തുന്നതിന് തടസ്സമുണ്ടായില്ല. അതും ഒരു അനുകൂല ഘടകമായി മാറുകയായിരുന്നു. ഇപ്പോൾ ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് എങ്കിൽ പോലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് തടസ്സമുണ്ടാകുന്ന രീതിയിൽ ആയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ വൈകിട്ട് വയനാട്ടിൽ മഴ പെയ്തിരുന്നു. പക്ഷേ പകൽ സമയം മാനം തെളിഞ്ഞു നിൽക്കുകയാണ്. ഇന്നും അതേ രീതിയിലുള്ള കാലാവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടുമില്ല. അങ്ങനെ പ്രധാനമന്ത്രി അല്പസമയത്തിനകം ബെയിലി പാലത്തിന് സമീപത്തേക്ക് എത്തും. ബെയിലി പാലം കടന്ന് ദുരന്ത മേഖല നോക്കിക്കാണും അദ്ദേഹം. പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉണ്ടായിരിക്കുന്ന ഗ്രാമങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഈ വലിയ ഉരുൾപൊട്ടലിൻ്റെ ബാക്കിപത്രം എന്താണ് എന്നുള്ള കാര്യം അദ്ദേഹം നിരീക്ഷിക്കും. അവിടെ അദ്ദേഹം അത് കണ്ടതിന് ശേഷം, ഈ ദുരന്ത മേഖല കണ്ടതിന് ശേഷം, നേരിട്ട് നോക്കിക്കണ്ടതിന് ശേഷമായിരിക്കും അദ്ദേഹം അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മടങ്ങുക. ആ വഴിക്കാണ് അദ്ദേഹം ആശുപത്രി സന്ദർശിച്ച് അവിടെ പരിക്കേറ്റവരെ കാണുക. ഒപ്പം ഒരു ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂളിൽ ഇപ്പോൾ ഉള്ളത്. ഷെഡ്യൂൾ ഇപ്പോൾ മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് വരുന്ന വഴിയാണ് ആകാശ നിരീക്ഷണം നടത്തിയത്. അതിൽ അരമണിക്കൂർ സമയത്തോളം ആകാശ നിരീക്ഷണത്തിന് സമയം കിട്ടുകയും ചെയ്തു കൽപ്പറ്റയിൽ എത്തുന്നതിന് മുൻപായി തന്നെ. അങ്ങനെ ആ ആകാശ നിരീക്ഷണം സാധ്യമായതോടുകൂടി എന്താണ് ഒരു പൊതുചിത്രം, ഈ ഉരുൾപൊട്ടലിൻ്റെ ഒരു എത്രത്തോളം വ്യാപ്തി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ അനുകൂലമായ ഒരു ഘടകമാണ്. അങ്ങനെ വലിയൊരു പാക്കേജ് കേരളത്തിന് വേണ്ടി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ കേരളം. കേന്ദ്രം കൈയച്ചുള്ള ഒരു സാമ്പത്തിക സഹായം നൽകുമെന്ന് ഇപ്പോൾ രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, ചൂരൽമലയിൽ ബെയിലി പാലത്തിന് സമീപത്തേക്ക് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം എത്തിയിട്ടുണ്ടോ ഇപ്പോൾ? ബെയിലി പാലത്തിലേക്ക് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുന്ന് 12 കിലോമീറ്റർ അകലെയാണ്, ഈ ഭാഗത്തുനിന്ന് 12 കിലോമീറ്റർ അകലെയാണ് ചൂരൽമല എന്ന ആ ദുരന്തബാധിത മേഖലയുള്ളത്. അവിടെ സൈന്യം നിർമ്മിച്ച ബെയിലി പാലം തന്നെ ആയിരുന്നു മുണ്ടക്കൈ പോലെയുള്ള മേഖലയിലേക്ക്. മുണ്ടക്കൈ ഏതാണ്ട് പൂർണ്ണമായി ഒറ്റപ്പെട്ടിരുന്നു മഞ്ജുഷ ഈ വലിയ ഉരുൾപൊട്ടലിന് ശേഷം. അതിനുശേഷം സൈന്യമെത്തി ഈ ബെയിലി പാല നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷമാണ് കൂടുതൽ സാധന സാമഗ്രികൾ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള വഴിയുണ്ടായത്, വഴി തുറന്നത്. ഒപ്പം JCB അടക്കം എത്തിച്ച് തെരച്ചിൽ നടത്താനുമൊക്കെയുള്ള ഒരു ക്രമീകരണം അതിനുശേഷമാണ് രൂപീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ ദുരിതാശ്വാസ മേഖലയിലെ, ഈ ദുരന്ത മേഖലയിലെ ഏറ്റവും വലിയ ഒരു നിർമ്മാണം, ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു നിർമ്മാണമായി ഈ ബെയിലി പാലം മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നത്. പ്രധാനമന്ത്രി അത് കാണാനും സന്ദർശിക്കാനും അവിടെ എത്തിയതും അതിന്റെ ആ ഒരു പ്രാധാന്യം തന്നെ കണക്കിലെടുത്താണ്. അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി നോക്കിക്കാണുകയും ദുരന്തബാധിത മേഖലയിലെ ചില കാഴ്ചകളെങ്കിലും അദ്ദേഹത്തിന് നേരിട്ട് കാണാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും. ഒപ്പം അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥർ ഉണ്ടാകും അവിടെ. ഈ നിർമ്മാണത്തിനൊക്കെ മേൽനോട്ടം നൽകിയവരാണ്, രക്ഷാഭൂമിയിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചിലവഴിക്കുന്നവരാണ്. അവരുടെ സാന്നിധ്യം ഉണ്ടാകും അവിടെ. അവരെ അഭിനന്ദിക്കാനും പ്രധാനമന്ത്രി തയ്യാറാകും എന്നുള്ളതാണ്. പ്രധാനമന്ത്രിക്കൊപ്പം അല്പം മുമ്പ് ഇതിലൂടെ കടന്നുപോയവരിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉണ്ടായിരുന്നു, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നു, ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു, ഇവിടുത്തെ വയനാട്ടിലെ ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി ആളുകളുടെ, നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് പ്രധാനമന്ത്രി ഈ വഴി കടന്നുപോയത് എന്നതുകൂടി ഇതിലൂടെ ചേർത്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ബെയിലി പാലം സന്ദർശനത്തിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന സമയം എന്നുള്ളത് 1:30 മണിയാണ്. ഈ മൂപ്പൻസ് ഹോസ്പിറ്റലിലേക്ക് ഇവിടെ നിന്ന് ഒരു 6-7 കിലോമീറ്റർ കൂടിയുണ്ട്. അങ്ങനെയാണ് 1:30 മണി ഒരുപക്ഷെ വൈകിയേക്കാം. 1:30 മണിക്ക് അദ്ദേഹം അവിടെ എത്താനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല. അവിടെ കണ്ടിട്ട് അവിടെ നിന്ന് സമയം ചെലവഴിച്ചതിന് ശേഷം തിരികെ ഈ മേഖലയിലൂടെ തന്നെ അദ്ദേഹം വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. സ്വാഭാവികമായും അത്തരത്തിൽ കാര്യങ്ങൾ SPG ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അവിടെ എത്തി അവിടുത്തെ രോഗികളായ, അവിടെ ചികിത്സയിൽ കഴിയുന്ന ആളുകളുണ്ട്. ചികിത്സയിൽ കഴിയുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ എണ്ണം ഏതാണ്ട് 49ഓളം വരും. മൂപ്പൻസ് ഹോസ്പിറ്റലിൽ 49ഓളം ആളുകൾ ഇപ്പോഴും ഈ ദുരന്തത്തിന് ഇരയായി ചികിത്സയിൽപ്പെട്ട ആളുകളുണ്ട്. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അവർ ICUവിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഒരു 25 പേർ വിവിധ വാർഡുകളിലായാണ് ഏറ്റവും ആധുനികമായ, ഏറ്റവും കാര്യക്ഷമമായ ചികിത്സ ഈ ദുരന്തബാധിതർക്ക് നൽകുന്നത്. അവരിൽ 25 പേരുള്ള ഒരു വാർഡിലാണ് പ്രധാനമന്ത്രി എത്തി സന്ദർശനം നടത്തുക എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്.
അതിൽ 4 പേരോടെങ്കിലും അദ്ദേഹം ഉറപ്പായും നേരിട്ട് ആശയവിനിമയം നടത്തും, ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ചോദിച്ചു മനസ്സിലാക്കും എന്നുള്ള വിവരം നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഒരുപക്ഷെ കൂടുതൽ ആളുകളിലേക്കും അദ്ദേഹം എത്തിയേക്കാം. അവിടെയും ഒരു ചെറിയ കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വയനാട് കളക്ടറേറ്റിലേക്ക്, കൽപ്പറ്റയിലെ കളക്ടറേറ്റിലേക്ക്, ഇവിടെ നിന്ന് വീണ്ടും ഒരു യാത്ര, 1.5 മണിക്കൂറോളം യാത്രയുണ്ട്. കളക്ടറേറ്റിലേക്ക് തിരികെ എത്തി അദ്ദേഹം ഈ അവലോകന യോഗത്തിൽ പങ്കെടുക്കേണ്ടത്. അങ്ങനെ തിരക്കിട്ട 3 മണിക്കൂറുകളാണ്. 12 മണിക്ക് ഇവിടെ എത്തിയതാണ് അദ്ദേഹം. 12 മണി തൊട്ട് ഈ 3 മണി വരെയുള്ള വളരെ തിരക്കിട്ട 3 മണിക്കൂറിലാണ് പ്രധാനമന്ത്രിക്ക് വയനാട്ടിലുള്ളത്. ഒരുപക്ഷെ അല്പം കൂടി പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ അദ്ദേഹം അവിടെ എത്തേണ്ടത് 3:20-നാണ് നേരത്തെ കണ്ണൂരിൽ നിന്നും വിമാനം പറഞ്ഞിരുന്നത് എങ്കിൽ പോലും അത് ഒരുപക്ഷെ വൈകിയേക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കാര്യങ്ങൾ കുറച്ച് വൈകുന്ന ഒരു പശ്ചാത്തലം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ യാത്ര ഒരു 4 മണി ആയാലും അത്ഭുതപ്പെടേണ്ടതില്ല. അത്രയും അധികം യോഗത്തിൽ ഒരു 1.5 മണിക്കൂറെങ്കിലും അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവിടെയാകും നേരത്തെ മഞ്ജുഷ പറഞ്ഞ പോലെ സംസ്ഥാനത്തിന്റെ ഒരു ആവശ്യം വളരെ കൃത്യമായി തന്നെ എന്താണ് സംസ്ഥാനം സാമ്പത്തികമായി ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നത് എന്ന കാര്യം, ആവശ്യപ്പെടുന്നത് എന്ന കാര്യം പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും. അപ്പോൾ ആ യോഗം, ഇതിന് ശേഷമുള്ള ആ യോഗം വളരെ നിർണായകമായി മാറുന്നു. ആ യോഗത്തിൽ മുഖ്യമന്ത്രി ഉണ്ടാകും, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉണ്ടാകും, ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യമുണ്ടാകും. ഒരുപക്ഷെ ആ യോഗത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മന്ത്രി കെ രാജനും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. മുഹമ്മദ് റിയാസ് ഒരുപക്ഷെ യോഗത്തിൽ പങ്കെടുത്തേക്കാം എന്നുള്ളതാണ്. ഏതാണ്ട് 10ഓളം പേർ ആ യോഗത്തിന്റെ ഭാഗമാകുമെന്നാണ് നമ്മളോട് ഉദ്യോഗസ്ഥർ സംസാരിച്ചപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അതിൽ മാറ്റം ഉണ്ടായേക്കാം. പ്രധാനമന്ത്രിയുടെ യോഗമാണ്, അവിടെ പങ്കെടുക്കുന്നവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവർക്ക് നേരത്തെ കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. അവർക്കുള്ള മറ്റ് ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ മേഖലയിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ അതിനിർണായകമായ ഒരു മണിക്കൂർ, 2 മണിക്കൂർ കൂടിയുണ്ട് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. അതിനുശേഷം ഒരു പ്രഖ്യാപനം, ഡൽഹിയിലെത്തിയ ശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. അത് നമ്മൾ 1-2 ദിവസത്തിനകം ആ പ്രഖ്യാപനം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഏതായാലും കാലാവസ്ഥ വീണ്ടും ഇപ്പോൾ അനുകൂലമായിട്ടുണ്ട്. ഇടയ്ക്കൊരു മഴയുടെ ലാഞ്ചന ഈ പ്രദേശത്തുണ്ടായിരുന്നു. ചെറുതായി ഒന്ന് ചാറ്റൽ മഴ വീഴുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും ശക്തമായ വെയിൽ, കഠിനമായ വെയിലാണ്, നല്ല ചൂട് അനുഭവപ്പെടുന്ന മേഖലയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ മാറ്റം കാലാവസ്ഥയിൽ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി സന്ദർശനത്തിന് അനുകൂലമായി തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് പ്രഖ്യാപനങ്ങളാണ്, നമുക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനമായും അതുതന്നെയാണ് നിർണായകമായുള്ളത്. കേരളം ആവശ്യപ്പെട്ടതുപോലെ 2000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിക്കപ്പെടുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടി വരും. കേന്ദ്ര ഉദ്യോഗസ്ഥ സംഘവും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട്. മറ്റൊരു കാര്യം രഞ്ജിത്ത്, ഇപ്പോൾ ഈ മടക്കയാത്രയിൽ ആശുപത്രിയിൽ കഴിയുന്ന 4 പേരെ സന്ദർശിക്കും എന്നുള്ളതാണല്ലോ അറിയിച്ചിരിക്കുന്നത്. പരിക്കേറ്റ് കഴിയുന്ന 4 പേരെ സന്ദർശിക്കും. അതിലൊരു ചെറിയ കുട്ടിയുമുണ്ട്. അതുകൂടാതെ ഏതെങ്കിലും ഒരു ക്യാമ്പിൽ പോകുന്ന കാര്യവും നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ അതിനുള്ള സാധ്യതയുണ്ടോ? ക്യാമ്പിൽ പോകും. നമുക്ക് നേരത്തെ ഇന്നലെ SPGയുടെ നമ്മുടെ പ്രോട്ടോകോൾ ഓഫീസറുടെ ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് ഒരു ക്യാമ്പ് തൊട്ടടുത്ത് തന്നെയാണ്. ഈ ഞാൻ നിൽക്കുന്ന ഈ മേപ്പാടിക്ക് തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു ഹൈസ്കൂൾ ഉണ്ട്. ഹൈസ്കൂളിലാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പ് നടക്കുന്നത്. ആ ക്യാമ്പിൽ ഒരുപക്ഷെ അദ്ദേഹം എത്തിയേക്കാം എന്നുള്ള സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പുതിയ വിവരം ലഭിക്കുന്നതനുസരിച്ച് ആ ക്യാമ്പ് സന്ദർശനം ഒരുപക്ഷെ അദ്ദേഹം ഒഴിവാക്കിയേക്കും. കാരണം ഈ യോഗമാണ് വളരെ പ്രധാനപ്പെട്ടത്. ഈ അവലോകന യോഗത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ക്യാമ്പിൽ എത്തുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഈ നമുക്കറിയാം സുരക്ഷ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വയനാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ, പ്രധാനമന്ത്രി സന്ദർശനമായതുകൊണ്ട് തന്നെ ഇതിലൊരു പക്ഷേ ഒരു വ്യക്തത കുറവുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. അത് ഓരോ സമയത്തും ഈ ഓരോ സാഹചര്യങ്ങളനുസരിച്ചാണ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇപ്പോൾ തന്നെ ഈ 1 മണി കഴിഞ്ഞ് ഏതാണ്ട് 18 മിനിറ്റായി. നമ്മൾ മനസ്സിലാക്കിയത്, നമ്മൾ നേരത്തെ അറിയിച്ചിരുന്ന 1:30 മണിക്ക് ഈ ആശുപത്രിയിൽ എത്തുമെന്നുള്ളതായിരുന്നു. പക്ഷെ അതിലും ഒരു ചെറിയ മാറ്റം, അല്പം താമസം ഉണ്ടായേക്കാമെന്നാണ്. അല്പസമയം മുമ്പ് അദ്ദേഹം ബെയിലി പാലത്തിലെത്തി അവിടുത്തെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ്. സൈനിക ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഒരുപക്ഷെ അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് അല്പസമയത്തിന് ലഭ്യമാകും എന്നും പ്രതീക്ഷിക്കണം. അങ്ങനെ ഈ പ്രധാനപ്പെട്ട ഈ സന്ദർശനത്തിൽ ഈ ക്യാമ്പിലേക്ക് അദ്ദേഹം പോകുമോ എന്ന കാര്യത്തിൽ അവിടെ കുറച്ചുകൂടി നമുക്ക് രാവിലെ മുതൽ മാധ്യമപ്രവർത്തകർക്കടക്കം ക്യാമ്പിലേക്ക് പ്രവേശനമില്ല. അവിടെയും സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചു തന്നെയായിരുന്നു രാവിലെ മുതൽ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ക്യാമ്പ് സന്ദർശനത്തിൽ ഒരു മാറ്റമുണ്ടായേക്കാം. അത് നമുക്കിനിയും
കാത്തിരുന്ന് കാണേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട വിവരം ലഭ്യമാകേണ്ടി വരും. മഞ്ജുഷ, ശരി, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത്. പ്രധാനമന്ത്രിയും സംഘവും അല്പസമയത്തിനുള്ളിൽ ചൂരൽമലയിൽ എത്തുകയാണ്. ബെയിലി പാലത്തിന് സമീപത്ത് അദ്ദേഹം എത്തും. സൈനികരുമായിട്ട് അദ്ദേഹം സംസാരിക്കും. അതുപോലെ അവിടെ തകർന്ന സ്ഥലങ്ങളിൽ അദ്ദേഹം നേരിട്ട് കാണും. അതിനുശേഷം അദ്ദേഹം മടക്കയാത്രയിലാകും. മേപ്പാടിയിൽ വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 4 പേരെ നേരിട്ട് കാണുക. അതോടൊപ്പം മേപ്പാടിയിലെ ഒരു ക്യാമ്പ് അദ്ദേഹം സന്ദർശിച്ചേക്കും എന്ന രീതിയിലുള്ള ഒരു തീരുമാനവും ഉണ്ട്. പക്ഷേ അതിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ മടക്കയാത്രയുടെ സമയക്രമം അനുസരിച്ചായിരിക്കും അങ്ങനെ ഉണ്ടാവുക. എന്തായാലും കളക്ടറേറ്റിൽ അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. 12 മണി മുതൽ 3 മണി വരെയുള്ള സമയമാണ് അദ്ദേഹം വയനാട്ടിലെ ദുരന്തബാധിത മേഖലകൾ സന്ദർശിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അതിൽ